ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗെറ്റ് ഔട്ട്. നീ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നോടാ? നിന്നെ ഞാൻ കൊന്നിട്ട് ഈ മുറിയിൽ നിന്ന് പുറത്തു പോവും. ഇതെന്റെ ഉത്തരവാ. ഒരു മകനോടെന്ന പോലെ സ്നേഹത്തിൽ പറയുന്ന ഉത്തരവ്. നീ അതനുസരിക്കണം. കാരണം നീ ഞാൻ തന്നെയാണ്. ഓർമ്മകളിങ്ങനെ മനസ്സിലേക്ക് തികട്ടി തികട്ടി വരികയാണല്ലോ സാറേ. പ്രതാപൻ പ്രതാപവർമ്മയായതും രാഷ്ട്രീയക്കാരനായതും മന്ത്രിയായതും ഇന്നീ കാണുന്ന ഞാനായതൊക്കെ ഇവിടെ നല്ല വീണോട്ടാ. മോള് മുന്നോട്ട് വരൂ. മുത്തശ്ശന് വേണ്ടി ക്ഷേത്രത്തിൽ എല്ലാ വഴിപാടുകളും പൂജകളും നടത്തിയിട്ടുണ്ട്. യശശരീരനായതുകൊണ്ട് ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. മോള് പ്രാർത്ഥിച്ചോളൂ. ഈ വർമ്മസാറും അച്ഛനും ഒക്കെ ഇവിടത്തുകാരായിരുന്നല്ലേ? ഇവിടത്തുകാരല്ല, ഇവിടെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ വലിയ മനുഷ്യൻ ഇവരെയൊക്കെ വളർത്തി. ഈ വേണു അച്ഛൻ എത്ര സത്യസന്ധനാ. എന്നിട്ട് ഇപ്പോഴും വാടക വീട്ടിൽ കിടക്കുന്നല്ലേ? കള്ളത്തരം അറിയായിരുന്നെങ്കില് എത്ര വീടുകൾ അടിച്ചേർക്കായിരുന്നല്ലേ? എന്ത് ധൈര്യത്തിലാടി നീ സൂര്യമംഗലത്തേക്ക് കയറി വന്നത്? അധികാരമാണ് എനിക്കും വേണ്ടത്. എല്ലാത്തിനെയും ഭരിക്കാനുള്ള അധികാരം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനും ജയിച്ച് മന്ത്രിയാകാനുമായിരുന്നു എന്റെ മോഹം. ആ അവസരം അയാൾ എനിക്ക് തന്നില്ല. പകരം അതെല്ലാം പ്രതാപന് കൊടുത്തു. ഞാനിതിന് പക വീട്ടും. പ്രതാപന്റെ ജീവിതം ഞാൻ തകർക്കും. ആരാത്? കേറി വരൂ. ഞാനാണ് സാർ, അംബിക. അംബികയോ? അല്ല, എന്താ ഇത്? ജ്യൂസാ. ഓ, തരൂ.
എനിക്ക് ചില പരിഭവങ്ങളും പരാതികളും ഉണ്ട് സാർ. എന്റെ ഉറ്റ സുഹൃത്തിന്റെ മകളാണ് അംബിക. അതിലുപരി എന്റെ മാനസപുത്രൻ പ്രതാപന്റെ സഹോദരി. എന്താണ് അംബികയുടെ പരാതി? കേക്കട്ടെ. എന്റെ മനസ്സ് സാർ അറിയാതെ പോയി. എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് സാർ തിരക്കിയതുമില്ല. അംബിക എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറിനെ പലതും മനസ്സിലാവില്ല. അത് തന്നെ എന്റെ പരാതി. എന്റെ ആഗ്രഹം ഒരു രാഷ്ട്രീയക്കാരി ആകണമെന്നായിരുന്നു. എ വെൽ നോൺ പൊളിറ്റീഷ്യൻ. അതാണോ പരാതിയും പരിഭവവും? അതിനുള്ള കഴിവും ത്യാഗസന്നദ്ധയൊക്കെ ഉണ്ടെങ്കിൽ അംബികയ്ക്ക് ആവാമല്ലോ. ആയിക്കോ. മഹാദേവവർമ്മ സാറിന്റെ പിൻഗാമിയാവാനാ ഞാൻ ആഗ്രഹിച്ചത്. എന്റെ പിൻഗാമിയോ? എന്താ നീ പറയുന്നേ? ഈ നിയോജക മണ്ഡലത്തിൽ സാറ് സീറ്റ് തന്ന് എന്നെ മത്സരിപ്പിക്കുമെന്നും എന്നെ ജയിപ്പിക്കുമെന്നും ഞാൻ കരുതി. ജയിച്ച ഞാൻ മന്ത്രിയാവുമല്ലോ. എന്റെ ആ ആഗ്രഹമാ താങ്കൾ തല്ലിക്കെടുത്തിയത്. പകരം പ്രതാപന് എല്ലാം അങ്ങ് കൊടുത്തു. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടീ, എന്താ ഇത് പറഞ്ഞേ? നിനക്ക് MLA മന്ത്രിയാവണമെന്നോ? പൊതുജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത, മറ്റുള്ളവരോട് ഒരു കരുണയും കാണിക്കാത്ത നിനക്ക് നാട് ഭരിക്കണം അല്ലടി? പ്രതാപന്റെ പെങ്ങളായതുകൊണ്ടും എന്റെ സുഹൃത്തിന്റെ മകളായതുകൊണ്ടും ഞാൻ ക്ഷമിക്കുന്നു. Get out. നീ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നോടാ? നിന്നെ ഞാൻ കൊന്നിട്ട് ഈ മുറിയിൽ നിന്ന് പുറത്തു പോവും. ഛീ, നന്ന് കെട്ടോളെ. എന്താടാ മഹാദേവ, നിന്റെ കൈ അനങ്ങുന്നില്ലേ? ഇനി നിന്റെ നാക്കും ചലിക്കില്ല. തന്റെ സപ്ത നാടികളും ഇനി കുറച്ചു നേരത്തേക്ക് ചലിക്കില്ല. കൊല്ലുവെന്ന് പറഞ്ഞാ ഈ അംബികാവർമ്മ കൊല്ലുവടാ. കൊല്ലുവടാ. आगे